ഹായ് സ്റ്റുഡൻസ്, മാർക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എക്സാം ടെൻഷനിലൊക്കെ ആയിരിക്കും. നമ്മൾ എക്സാമിൻ്റെ ടൈം ആവാറായി. അപ്പോൾ നമ്മുടെ ബയോളജിയുടെ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് മാർക്സിൻ്റെ സൈറ്റിൽ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ബയോളജിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ഡയഗ്രംസും കാര്യങ്ങളൊക്കെ വരുന്നൊരു സെക്ഷനാണ് ബയോളജി, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഡയഗ്രംസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളുടെ പാർട്സ് ഒക്കെ ലേബിൾ ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നമ്മൾ ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ഒക്കെ വരുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്നത്. അപ്പം നിങ്ങൾക്ക് ആ പാറ്റേൺ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെ സെക്ഷനിലാണ് റെഗുലർ ആയിട്ട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. അതിന് മുന്നേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പോർഷനൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. എല്ലാ ഭാഗത്തുനിന്നും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമുക്ക് പറയാം അതൊക്കെ നമ്മളോട്ട് വരും, നമ്മളതിലോട്ടൊക്കെ വരും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബയോളജിയുടെ സെക്ഷനിൽ നമ്മൾ ജനറലി ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ജനറൽ ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ നമ്മുടെ ടോപ്പിക് സ്പെസിഫിക് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ അറിയണം എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം നമുക്ക് ബയോളജിയുടെ സെക്ഷനിൽ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് റോൾ നമ്പർ ഓരോ സ്റ്റുഡൻസിനും ഓരോരോ റോൾ നമ്പേഴ്സ് അസൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ റോൾ നമ്പർ എന്തായാലും മാർക്ക് ചെയ്യുക. നിങ്ങളുടെ റോൾ നമ്പർ എന്താണോ അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യുക. അതാണ് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. റോൾ നമ്പർ എന്തായാലും മാർക്ക് ചെയ്യുക. കാൻഡിഡേറ്റ്സ് മസ്റ്റ് റൈറ്റ് ഹിസ് ഓർ ഹെർ റോൾ നമ്പർ ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. മറ്റു കാര്യങ്ങളൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാണ്ടിരിക്കുക. അതായത് നമ്മൾ ഈ കണക്ക് കൂട്ടാൻ നമുക്കിപ്പോൾ കണക്കുകളൊന്നും ഇല്ല, എന്നാലും നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഉത്തരം ടിക്കിട്ട് വെക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാണ്ടിരിക്കുക. അതൊക്കെ മാൽ പ്രാക്ടീസസ് ആയിട്ട് കണക്കാക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പം ആദ്യം റോൾ നമ്പർ എന്തായാലും മാർക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും മുകളിലായിട്ട് എന്ത് കാണാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഷീറ്റിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് മൊത്തത്തിലുണ്ട്. അപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 43 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, അത് ഏറ്റവും ടോപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും അവസാനത്തെ പേജിലും ഈ 43 ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. എന്തെങ്കിലും ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്കോ മറ്റു കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ പ്രിസ്ക്രൈബ്ഡ് നമ്പറുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണോ ഒരു ഷീറ്റിലുള്ളത് എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പോവുക. അതിനുശേഷമാണ് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് വരുന്നത്. നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ഒരു കാര്യവും നമ്മുടെ ആൻസർ ബുക്കിൽ എഴുതാൻ പാടില്ല. റോൾ നമ്പർ ഒഴികെ വേറെ ഒരു കാര്യങ്ങളും എഴുതാൻ പാടില്ല. അത് ഡിസ്ക്വാളിഫൈഡ് ആയി കണക്ക് അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആവും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും കാണും ഹിന്ദിയിലും കാണും. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് കണ്ടാവും. അപ്പം നമുക്ക് അറിയുന്നത് ഇപ്പം എന്തായിരിക്കും, ഹിന്ദി അറിയുന്നവർക്ക് ഹിന്ദിയിൽ നോക്കിയിട്ട് വായിക്കാം. പക്ഷെ നമുക്ക് കോമൺലി എല്ലാവർക്കും ഇംഗ്ലീഷ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ്, ഇവിടെ കുറച്ച് ലാംഗ്വേജസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി എല്ലാവരും എന്തിൽ തന്നെയായിരിക്കും എഴുതുന്നുണ്ടാവുക, ഹിന്ദി തന്നെയായിരിക്കും ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും എഴുതുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതുക. ഓക്കെ, ഇനി നമ്മളുടെ ബയോളജിയുടെ സെക്ഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 43 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് ബയോളജി എത്ര മാർക്കിലാണ് വരുന്നത്, 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് വരുന്നത്. 80 മാർക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്. നിങ്ങൾക്ക് 3 മണിക്കൂർ 3 hours ഓഫ് ടൈമാണ് എക്സാമിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 43 ക്വസ്റ്റ്യൻസിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അത് കമ്പൽസറി ആണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ആ ഓർ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതി. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം, കമ്പൽസറി ആണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ABCDE ഇങ്ങനെ 4 സെക്ഷൻസ് ആയിട്ട് 5 സെക്ഷൻസ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ A സെക്ഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആവുന്ന സമയത്ത് എന്താ, നിങ്ങൾക്ക് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. 4 ഓപ്ഷൻസ് ഉണ്ടാവും ABCD എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മളുടെ ഉത്തരം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം അത് നിങ്ങൾ മാർക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ 1 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷനോ അല്ലെങ്കിൽ എന്താ ചെയ്യുക, ആ ആൻസർ മാത്രമോ എഴുതിയാൽ മതി. ഇവിടെ എന്താ പറയുന്നത്, ഓപ്ഷൻ മാത്രം എഴുതിയാൽ മതി. ഔട്ട് ഓഫ് ദ 4 ഓപ്ഷൻസ് ഗിവൺ ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് എഴുതിയാൽ മതി. ഓക്കെ, 1 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ. പിന്നെയുള്ള ക്വസ്റ്റ്യൻസിലോ
പിന്നെ വരുന്നത് ബി സെക്ഷൻ ആണ്. ബി സെക്ഷനിൽ എങ്ങനെയാ, നമുക്ക് 17 മുതൽ 28 ക്വസ്റ്റ്യൻസ് ആണ് ബി സെക്ഷനിൽ വരുന്നത്, വിച്ച് ആർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്കാണ് ഉണ്ടാവുക. ഓരോരോ ക്വസ്റ്റ്യനും കറസ്പോണ്ടിങ് അല്ലെങ്കിൽ അപ്പുറത്തായിട്ട് എന്തുണ്ടാവും, മാർക്കുകൾ കൊടുത്തിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 1 മാർക്കിന്റെ ആയിരിക്കും ഉണ്ടാവുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 17 മുതൽ 28 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം എഴുതുക. ഓക്കെ, ചിലപ്പോൾ അതിൽ സബ് പാർട്ടായിട്ടുണ്ടാവും, ഒരു ക്വസ്റ്റനിൽ സബായിട്ടൊക്കെ ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് എങ്ങനെയാണോ മാർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി സെക്ഷൻ സി, അതാണ് അടുത്തത്, വിച്ച് ഇസ് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, അല്ലെങ്കിൽ വെരി ഷോർട്ട് ആൻസർ എന്ന് പറയുന്ന സെക്ഷൻ ആണ് കേട്ടോ. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്സ് ആണ് ഉണ്ടാവുക. 29 മുതൽ 37 ക്വസ്റ്റ്യൻസ് വരെ, 29ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ മുതൽ 37ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ വരെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുള്ളത്. അപ്പം അത് എന്ത് ചെയ്യുക, വെരി ഷോർട്ട് ആൻസർ ആണ്. അപ്പോൾ കുറച്ച് കൺസൈസ് ആയിരിക്കണം, പക്ഷെ വല്ലാണ്ട് കൺസൈസ്, ഒരൊറ്റ വരിയിലൊന്നും എടുക്കണ്ട, 1, 2, 3 വരിയിൽ. ഇവിടെ 50 വേർഡ്സിൻ്റെ ഉള്ളിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 3-4 വരിയിൽ ഒതുക്കുന്ന രീതിയിലുള്ള ആൻസേഴ്സ് ആയിരിക്കണം ഏത് വെരി ഷോർട്ട് ആൻസറിൽ വരേണ്ടത് കേട്ടോ. ഇനി സെക്ഷൻ ഡിയിലാണ് നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു 80 വേർഡ്സ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും അതിൽ. അപ്പോൾ കുറച്ചും കൂടെ വലുതൊരു കുഞ്ഞു പാരഗ്രാഫ് ഒക്കെ വരുന്ന രീതിയിലുള്ളതാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 38 മുതൽ 41 നമ്പർ വരെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏത് ഷോർട്ട് ആൻസർ ടൈപ്പ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമുക്ക് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വിച്ച് കൺസിസ്റ്റ് ഓഫ് 5 മാർക്സ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് ആൻസർ എന്ന് പറയുന്നത് 3 മാർക്കാണ്. 3 മാർക്കിന് എത്ര വേണമോ അതിനനുസരിച്ച് എഴുതുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ ഒരു 120 വേർഡ്സിലൊക്കെ എഴുതുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന ഒരു സെക്ഷൻ ആയിരിക്കണം എന്ത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് 42 മുതൽ 43, അപ്പോൾ 42, 43 ആകെ 2 ക്വസ്റ്റ്യൻസ് ആണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അതിൽ ചോയ്സ് ഉണ്ടാവാൻ സാധ്യതയില്ല. ചോയ്സ് ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, വൺ ഓഫ് ദ ഗിവൺ ചോയ്സ് ഇൻ സച്ച് ക്വസ്റ്റ്യൻ, ഒരു ചോയ്സ് അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഓർ ക്വസ്റ്റ്യൻ ഉള്ളതിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യണം, പക്ഷെ ഓർ ക്വസ്റ്റ്യൻ ഉള്ളതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താ പറയുക ബയോളജിയിൽ വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ബൈഹാർട്ട് പഠിക്കാതിരിക്കുക, ഒരു കാര്യവും ബൈഹാർട്ട്, അതിപ്പോൾ ബയോളജി എന്നല്ല ഒരു സബ്ജക്റ്റും ബൈഹാർട്ട് പഠിക്കാതിരിക്കുക. ബൈഹാർട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മയുണ്ടാവില്ല. അവിടെ റോഡ് മെമ്മറി ആണല്ലോ. അപ്പോൾ നമ്മൾ റോഡ് മെമ്മറിയിൽ നിന്ന് ഇങ്ങനെ എടുത്തെഴുതുമ്പോൾ ഒരു വാക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എല്ലാം പോയി. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയഗ്രാംസ് ഒക്കെ ഒരുപാടുള്ളതാണ്. ഡയഗ്രാംസ് വരയ്ക്കാൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വരച്ചിട്ട് പഠിക്കാൻ നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ എസ്സേ ഒക്കെ വരുന്ന സമയത്ത് ആ എസ്സേ മൊത്തത്തിൽ പഠിച്ചെടുക്കുക, എന്താണെന്ന് മനസ്സിലാക്കുക. അത് വെച്ചിട്ട് നമ്മുടെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ബൈഹാർട്ട് പഠിച്ചിട്ടൊന്നും എഴുതാണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻസർ പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും എഴുതാതിരിക്കുക. ജസ്റ്റ് രജിസ്റ്റർ നമ്പർ റോൾ നമ്പർ മാത്രം എഴുതിയാൽ മതി, വേറെ കാര്യങ്ങളൊന്നും എഴുതാൻ നിൽക്കണ്ട. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുക, പെട്ടെന്ന് വായിച്ചു പോവുക. വെച്ചാൽ വെറുതെ വായിച്ചു പോവുക എന്നുള്ളതല്ല, ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കാര്യം കൃത്യമായി മനസ്സിലാക്കുക, ആ രീതിയിൽ വായിക്കുക. എന്നിട്ട് ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്തായിരിക്കും നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കാരണം എല്ലാ ഓപ്ഷനും കാണുന്ന സമയത്ത് ഇതിൽ ഏത് ഓപ്ഷനാണെന്നുള്ളത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ ചൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു മാർക്ക് അവിടെ പോകും. അപ്പോൾ മെയിൻലി ഫോക്കസ് നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ മാർക്ക് പോവാതിരിക്കാൻ തന്നെ നോക്കുക. കാരണം അതിലാണ് മാർക്ക് പോകാൻ സാധ്യത വരിക. മറ്റേതിൽ നമുക്ക് എഴുതിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ കണ്ടന്റ് നന്നായിട്ട് വെക്കുക. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. വെറും 6 മാസം കൊണ്ട് NIOS വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സമ്പൂർണ്ണ ക്ലാസുകൾ ഇപ്പോൾ ഏൺ മാർക്സ് ലേണിംഗ് ആപ്പിൽ ലഭ്യമാണ്. ഈ വർഷത്തെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾക്ക് പുറമെ സ്റ്റഡി മെറ്റീരിയലുകളും പ്രഗത്ഭ അധ്യാപകരുടെ ഏറ്റവും മികച്ച റെക്കോർഡഡ് ക്ലാസുകളും ഉടൻ സ്വന്തമാക്കാം. ഏൺ മാർക്സ് ലേണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ. ഏൺ മാർക്സ്, യുവർ പെർഫെക്റ്റ് ലേണിംഗ് പാർട്ട്ണർ.